എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കനക പൂജാമുറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ആദർശ് വരുന്നത്. അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ ആദർശിനെയാണ് കാണുന്നത്. അമ്മേ, നയന എവിടെ പോയതാന്ന് ചോദിക്കുക. ഇത് കേട്ടോ കനക പറഞ്ഞു, എനിക്കറിയത്തില്ല മോനെ. അല്ല, മോനോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഞാൻ കരുതി അമ്മയോട് പറഞ്ഞു കാണുന്ന, അതാ ഞാൻ അമ്മയുടെ അടുത്തേക്ക് വന്നേ. ഏയ്, മോനോട് പറയാതെ അവൾ എങ്ങോട്ടായിരിക്കും പോയത് എന്നോട് പറഞ്ഞിട്ടില്ലോ എന്ന് പറയാ. ഈ സമയം ആദർശ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, അമ്മ അവളെ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാൻ പറയണേ. ഞാനെന്തിനാ മോനെ ഫോൺ ചെയ്ത് നോക്കുന്നേ? മോന് ഫോൺ ചെയ്ത് ചോദിക്കാൻ മേലേ നയനമോൾ എവിടെയാന്ന്? അല്ല, എനിക്ക് ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവൾ ഇതിനു മുമ്പ് ഇതുപോലെ പോയതാണല്ലോ, അപ്പൊ ഞാനാണല്ലോ അവളെ പോയി വിളിച്ചോണ്ട് വന്നത്. അതിനിപ്പോ എന്താ മോനെ, ഭാര്യ വീട്ടിലേക്ക് പോയി കഴിയുമ്പോൾ വിളിച്ചോണ്ട് വരേണ്ട കടമ ഭർത്താവില്ലേ? അത് മാത്രല്ല, ചിലപ്പോ 1-2 ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ മോനെന്താ ഇപ്പൊ വിളിച്ചാ കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മയോട് ഞാൻ വന്ന് ചോദിച്ചെന്നുള്ളൂ, അമ്മ വിളിക്കോ മറ്റോ ചെയ്തോന്നറിയാൻ വേണ്ടിയിട്ട്. ഓ, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, മോൻ അവളെ വിളിച്ചു നോക്ക്, അവൾ എവിടെയാന്ന് അറിയാലോ. ശരി, ഞാൻ ചോദിക്കാന്ന് പറഞ്ഞ് കേറി പോവാണ്. ഈ സമയത്ത് കനക ഒന്ന് ചിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ഒന്നുമല്ല, ആദർശനൊരു വെപ്രാളമൊക്കെ ഉണ്ട്. നയന വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരികെ വരുവോ, അതോ ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീട്ടിൽ നിൽക്കുമോന്നൊക്കെ ഉള്ളേ. പിന്നീട് നന്ദ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഗോവന്ന് ചോദിച്ചു, നീ അങ്ങോട്ടാ മോളെ പോണേന്ന് ചോദിക്കുക. നയനേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗോവന്ന് പറഞ്ഞു, നയന തന്നെയാണോ വിളിച്ചത്? അല്ല, അച്ഛന് സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അച്ഛൻ എന്നോടൊപ്പം പോരാൻ പറയണേ. സംശയമൊന്നുമില്ല, ഞാൻ ചോദിച്ചെന്നുള്ളൂ. മുമ്പൊക്കെ ആണെങ്കിൽ നീ പുറത്തു പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, ചങ്കിനകത്തൊരു തീയ. പുറത്തു പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ ആരെയാ കാണാൻ പോണേന്ന് അറിയത്തില്ല, അതുകൊണ്ടുള്ളൊരു ടെൻഷനുള്ളൂ. അല്ല, അവൾ എന്തിനാ മറ്റേ വിളിച്ചതെന്ന് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അച്ഛാ, കാരണം എന്താന്ന് അറിയത്തില്ല. എന്നോട് പുറത്ത് ചെല്ലാനാ പറഞ്ഞേ, വീട്ടിലേക്ക് ചെല്ലണ്ടാന്നും പറഞ്ഞു. ഒരു പക്ഷെ നീയും അനിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ? അതൊന്നും അറിയത്തില്ല എന്ന് പറയാം. ശരി, പോയിട്ട് വാ. അവൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കാരണവശാലും ഇതിനെക്കുറിച്ചൊന്നും നീ പറയാൻ ശ്രമിക്കില്ലെന്ന് പറയാം. ഇല്ല അച്ഛാ, ഞാൻ പറയില്ല എന്ന് പറയാം. അങ്ങനെ നന്ദു പോവാണ്. പിന്നീട് നേരെ ചെല്ലുന്ന നയനയുടെ അരിയിലേക്കാണ്. അങ്ങനെ നയന കാത്തു നിൽക്കുന്നുണ്ടായിരിക്കും നന്ദുവിന് വേണ്ടിയിട്ട്. അങ്ങനെ നന്ദു ചെന്ന് കഴിഞ്ഞിട്ട് നയനയോട് ചോദിച്ചു, എന്താ നയനേച്ചി എന്നെ കാണണമെന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്കാം. അതെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നീ എന്നെ ഇതുവരെ ഒന്നും മറച്ചു വെച്ചിട്ടില്ല. കുഞ്ഞുനാള് മുതൽ എന്ത് കാര്യം നിന്റെ മനസ്സിലുണ്ടെങ്കിലും നീ എന്നോട് തുറന്നു പറഞ്ഞിട്ടുള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അനന്ത ആരാ നന്ദുന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദുവിലൊരു ഞെട്ടലുണ്ടായി. ഇനിയിപ്പൊ നീ കള്ളത്തരം പറയാണ്ട് ബുദ്ധിമുട്ടണ്ട. ഞാൻ ഇതിനെക്കുറിച്ച് അച്ഛനും അമ്മയോടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അമ്മ എന്നോട് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അനന്ത ആരാന്ന്, നീയും അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു നന്ദു. എന്നാലും നിനക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ? സത്യം പറ, നീ എപ്പോഴാ അവനെ പ്രണയിച്ചു തുടങ്ങിയത്? നിനക്ക് എന്ത് പറ്റി നന്ദുന്ന് ചോദിക്കുക. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, ചേച്ചി ഞാൻ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ചേച്ചി. അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാന്ന് പറയാ. ഇത് കേട്ടെന്ന് അതിന് ചോദിച്ചു, നിന്റെ തീരുമാനം എന്താ? ഞാനും എപ്പോഴും ഇഷ്ടപ്പെട്ടു പോയി ചേച്ചി. എന്നിട്ടാണോ നന്ദു നീ എന്നോട് ഒരു വാക്ക് പോലും പറയാതിരുന്നേ? നിനക്കറിയാലോ ഞങ്ങളുടെ ജീവിതം എന്താന്നവിടെ. നിന്റെ ചേച്ചിയുടെ ജീവിതം ഒട്ടും സേഫ് അല്ല അവിടെ. ഇത് കേട്ടോ നന്ദു ചോദിച്ചു, എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? ആദർശാന്റെ ചേച്ചിയോട് ഭയങ്കര ഇഷ്ടമല്ലേ, സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയത്. ഇത് കേട്ടോ നയന മനസ്സിൽ കരുതി, ഇവളോടിപ്പം ആദർശാണ് തന്നോട് സ്നേഹമുണ്ടെന്ന് പറയണ്ട, വേറെ ഒരു നമ്പർ ഇട്ട് നോക്കാം, ഒരു പക്ഷേങ്കിൽ ഇവളുടെ മനസ്സ് മാറിയാലോ. അനന്തപുരിയിലേക്ക് വന്നെന്നുള്ള ഇവളുടെ ആഗ്രഹം മാറ്റിയെടുക്കാൻ ചിലപ്പോൾ സാധിച്ചേക്കും. പെട്ടെന്ന് നയന പറഞ്ഞു, ആദർശാണെന്ന് എന്നെ വന്ന് വിളിച്ചോണ്ടൊക്കെ പോയി, പക്ഷെ ആദർശന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹമൊന്നുമില്ല. മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രമാണ് എന്നെ വിളിച്ചോണ്ട് പോയത്. അവിടെ ഞാൻ ഇപ്പോഴും ഒരു വേലക്കാരിയെ പോലെ കഴിയുന്നത്. നിനക്കറിയാവോ, കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും ഞങ്ങള് ഒന്നിച്ച് ജീവിച്ചിട്ടില്ലെന്ന് പറയാം. ചേച്ചി എന്തൊക്കെയാ പറയണേ? ഞാൻ പറഞ്ഞ കാര്യം ശരി തന്നെയാ. എല്ലാവരുടെ മുന്നില് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും, പക്ഷേങ്കില് ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറയാം. ഇത് കേട്ട നന്ദുവിലൊരു ഞെട്ടനുണ്ടായി. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ആദർശന്, ഭയങ്കര സ്നേഹമായിരുന്നല്ലോ. അത് പുറമെ കാണിക്കുന്നല്ലേ. എനിക്ക് അനന്തപുരിയിലുള്ള എന്റെ നാളുകൾ എത്രയാണെന്നറിയാവോ? മൂർത്തി മുത്തശ്ശൻ എത്ര ആയുസുണ്ടോ അത്രയും കാലം മാത്രമേ എനിക്ക് അനന്തപുരിയിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം പിറ്റേ ദിവസം എന്നോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണമെന്ന് ആദർശേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടോ നന്ദു പറഞ്ഞു, ചേച്ചി എന്തൊക്കെയാ പറയണേ? ഞാനൊന്നും അറിഞ്ഞിരുന്നില്ലോ എന്ന് പറയാം. ഞാൻ ആരോടും പറയാതിരുന്നാ മോളെ, വെറുതെ എന്തിനാ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും വിഷമമാവും.
നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വിഷമം. വെറുതെ അവരുടെ മനസ്സും കൂടെ എന്തിനാ വേദനിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ സ്വയം ഉരുകുക. ഇനി ആ വീട്ടിലേക്ക് നിനക്കും കൂടെ വരണോ? നീ പറ. നിന്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാ. നവ്യേച്ചിയുടെ കാര്യമാണെങ്കിൽ ഒട്ടും മോശമല്ല. അഭിയാണെങ്കിൽ നവ്യേച്ചിന് മൈൻഡ് പോലും ചെയ്യുന്നില്ല. പാവം നന്നായിട്ട് അവിടെ കിടന്ന് വിഷമിക്കുന്നുണ്ട്. മുമ്പത്തെ സ്വഭാവം വെച്ചാണെങ്കിൽ നവ്യേച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഈ നിന്റെ രണ്ട് ചേച്ചിമാരുടെ ഈ ജീവിതം കണ്ടിട്ട് നിനക്കും അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കുക. ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു, ചേച്ചി എനിക്ക് അങ്ങോട്ട് വരണമെന്നൊന്നും ആഗ്രഹമില്ല. നയന പെട്ടെന്ന് പറഞ്ഞു, അതെ നിനക്കറിയാലോ, ഒരു കാരണവശാലും അനന്തപുരിയുള്ളവർ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇപ്പൊ സ്നേഹം ഇരിക്കുന്നവര് പോലും ചിലപ്പോൾ വെറുത്തെന്നിരിക്കും. ആദർശേട്ടന് ചിലപ്പോൾ മിക്കവാറും ഇതോടുകൂടി ഒരിക്കലും എന്നെ ആദർശേട്ടന്റെ മനസ്സിലേക്ക് കൊണ്ടുപോകത്തില്ല. കാരണം ഇപ്പൊ തന്നെ അവിടെ സ്ഥാനമില്ല. പിന്നെ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് പിന്നെ അവിടെ ജീവിതം ഉണ്ടാകത്തില്ല. അല്ലെങ്കിലും നമ്മളിങ്ങനെ ഇഷ്ടപ്പെടാതെ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ആദ്യമൊന്നും അനിക്കും കുഴപ്പമില്ലായിരിക്കും, പിന്നീട് അനിയുടെ മനസ്സും മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് നീ തന്നെ തീരുമാനിക്കാൻ പറയാം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, വേണ്ട ചേച്ചി, എനിക്ക് വരണം എന്നൊരാഗ്രഹമില്ല. പിന്നെ അനിയെ മറക്കാൻ മാത്രം പറയരുത്, പെട്ടെന്ന് മറക്കാൻ പറയരുത്. ഇത് കേട്ടെന്ന് അതിനെ പറഞ്ഞു, എനിക്കറിയാം നിന്റെ വിഷമം എന്താണെന്ന് അറിയാൻ നന്ദു. പെട്ടെന്ന് മറക്കാൻ പറഞ്ഞാൽ നിനക്ക് സാധിക്കില്ലെന്നറിയാം. അതെ, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് വരാതിരിക്കാം, ഞാൻ എങ്ങോട്ടേലും ഒഴിഞ്ഞു മാറി പൊക്കോളാം, എന്നാലും കുഴപ്പമില്ല. അനിയെ പെട്ടെന്ന് മറക്കാൻ മാത്രം എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് നയനയെ കെട്ടിപ്പിടിക്കുകയാണ്. നയനയ്ക്ക് എന്ത് ചെയ്യണമെന്നില്ല അറിയാതെ വല്ലാത്തൊരു സങ്കടം വന്നു. കാരണം ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എല്ലാം എത്രത്തോളം ആയിപ്പോയില്ലേ. പിന്നീട് ആദർശിന് വല്ലാത്തൊരു സങ്കടം. നയന എങ്ങോട്ടാ പോയതെന്നൊന്നും അറിയത്തില്ല. ആദർശ് നേരെ ഗോവിന്ദനെ വിളിക്കുകയാണ്. ഗോവിന്ദനെ വിളിച്ചു ചോദിച്ചു, അല്ലച്ചാ നയന അങ്ങോട്ട് വന്നായിരുന്നു ചോദിക്കുക. എന്താ മോനെ, നയന ഇങ്ങോട്ട് വന്നില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കുക. പ്രശ്നമില്ല, അവളോട് പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ അങ്ങോട്ട് വന്നോന്നറിയാൻ വേണ്ടിയിട്ട്. ഇല്ല മോനെ, ഇങ്ങോട്ട് വന്നില്ല, അവൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോയതായിരിക്കും. ഇങ്ങനെയാണ് പെട്ടെന്ന് തന്നെ തിരികെ വരും. അത് കേട്ടപ്പോൾ ആദർശന്റെ സമാധാനമായത്. ഭാഗ്യം അവൾ വീട്ടിലേക്ക് പോയിട്ടില്ല. വീട്ടിലേക്ക് പോയെങ്കിൽ താൻ മിക്കവാറും തിരികെ വിളിക്കാൻ പോകേണ്ട വന്നേനം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, താൻ അവളോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണോ പെരുമാറുന്നേ? അങ്ങനെ ഒരു ചില സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, പണ്ടത്തെ പോലെ ഒന്നും അല്ലോ. തനിക്ക് അവളോട് ഇപ്പൊ ഇഷ്ടമുണ്ട്. അവൾ ഈ കുടുംബത്തിലില്ലെങ്കിൽ തന്നെ എത്രമാത്രം അത് വേദനിപ്പിക്കും തനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ കുറെ ചിന്തകളൊക്കെ ആദർശിന്റെ മനസ്സിലുണ്ടാവുക. പിന്നീട് അനിയുടെ അടുത്തേക്ക് അനാമിക വരുവാണ്. അനാമിനെ കണ്ട ഉടനെ അനി ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് അനാമിക കാണിച്ചേ? നീ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് എന്തിനാ കനകാന്റിയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഇത് കേട്ടതും അനാമികയോട്, ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്? ഞാനേ നിന്റെ മുത്തശ്ശനെ കാണാൻ വേണ്ടി വന്നാ, പക്ഷെങ്കിൽ ആ സമയത്താണ് ആ സ്ത്രീയെ കണ്ടത്. സ്ത്രീയോ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഇങ്ങനെ പറയാതെ, അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നിരിക്കുക. അനാമികെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണത്തിന് മുമ്പ് നിനക്ക് ഇത്ര സംശയങ്ങളും കാര്യങ്ങളും ആണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും? ഒരു കാര്യം ഉറപ്പായി, നമ്മൾ രണ്ടും മുന്നോട്ട് ഒത്തുപോകുന്നില്ലെന്ന്. കല്യാണത്തിന് ശേഷം ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നെങ്കിലോ, അടിയും വഴക്കെങ്കില് പിന്നെ എങ്ങനെ ഒരു ജീവിതം മുന്നോട്ട് പോകും? ഓഹോ, അപ്പൊ നിന്റെ മനസ്സിൽ ഇപ്പൊ ഇതല്ലേന്ന് ചോദിക്കാം. അതെ, ഭൂരിപക്ഷം പെൺകുട്ടികൾക്കും ഇന്നത്തെ കാലത്ത് വിവാഹത്തിനോട് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് വിവാഹം കഴിക്കുന്ന പോലും. എന്നാൽ പോലും അവർക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാ. അത് നിനക്കറിയാവോ? പക്ഷെ നിന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നും അല്ല. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലെന്ന് പറയാ. നിനക്ക് എപ്പോൾ നോക്കിയാലും സംശയം മാത്രമേ ഉള്ളൂ നന്ദുവിനെ കുറിച്ച്, നന്ദുവിനെ എന്നെയും വെച്ച്. ഇത് കേട്ടോ അനാമി ചോദിച്ചു, അല്ല ഞാൻ സംശയിക്കുന്നില്ല, എന്താ തെറ്റിരിക്കുന്നേ? നിനക്ക് എപ്പോൾ നോക്കിയാലും നന്ദുവിന്റെ പുറകെ നടക്കാനല്ലേ സമയമുള്ളൂ. അനാമിക, ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിന്നെ കാണുന്നതിന് മുമ്പ് അവളെ ഞാൻ കണ്ടതാ. അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയാ. ബെസ്റ്റ് ഫ്രണ്ടാണ് പോലും. എപ്പോൾ നോക്കിയാലും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പുറകെയാണല്ലോ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നൊരു ചിന്തയെങ്കിലും നിനക്കുണ്ടോ? നീ എന്നെ ഒന്ന് കെയർ ചെയ്യുന്നുണ്ടോ? നീ എന്നെ ഒന്ന് ഫോൺ വിളിക്കുന്നുണ്ടോ? ഇത് കേട്ടതും അനി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇടിച്ചു കയറി നിന്റെ വീട്ടുകാർ വന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ വാക്ക് കൊടുത്തു. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണല്ലേ? അപ്പൊ അതാണ് കാര്യം. നിനക്കിപ്പോ വിവാഹം വേണ്ട. ഈ വിവാഹം വേണ്ടെന്നല്ല, എന്നെ മിക്കവാറും വേണ്ടായിരിക്കും. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അതെ, നിന്റെ മുത്തശ്ശനാണ് എന്റെ അച്ഛനും അമ്മയ്ക്കും വാക്ക് കൊടുത്തത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അനാമിക പോവാ. ഇത് കണ്ടതും അനി പറഞ്ഞു, അവൾ എന്ത് വേണേലും ചെയ്യട്ടെ, ഇനിയിപ്പോ അവളുടെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിൽ പറയാണ്. പിന്നീട് നയന നേരെ അനാമികയുടെ ഫോണിലേക്ക് വിളിക്കുക. അനാമികനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം എന്ന് പറയാ. ഇത് കേട്ടത് അനാമിക പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അല്ല, എങ്ങോട്ടാ ഞാൻ വരണ്ടേ? ആ പാർക്കിനടുത്തേക്ക് വന്നാൽ മതി. ശരി ശരി, ഞാൻ അതിന്റെ അടുത്ത് തന്നെയുണ്ട്, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് അനാമിക പറയാ. പിന്നീട് നയന അനാമികയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
ഇങ്ങനെ അനാമിക വന്നു. അനാമിക വന്നപ്പോൾ തന്നെ നയന എന്നിട്ട് പറഞ്ഞു, അന്ന് മോള് വീട്ടിൽ വന്നിട്ട് അമ്മേനെ കണ്ടെന്നറിഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞെന്നറിഞ്ഞു. ഒരു പക്ഷെ എന്നെ കണ്ടായിരുന്നെങ്കിൽ മോൾക്ക് ഈ സംശയങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവത്തില്ലായിരുന്നു പറയാം. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, ഇത് പറയാനാണോ നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഇത് പറയാൻ വേണ്ടി മാത്രമല്ല, അനിയുടെ മനസ്സെനിക്കറിയാം, അവനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാണ്ടെന്ന് പറയും. പിന്നെ അനിയുടെ മനസ്സറിയാൻ പോലും. അവൻ ഇപ്പോഴും എന്നോട് ഒരു സ്നേഹമില്ല, അവന്റെ മനസ്സ് വേറെ പല പെൺകുട്ടികളുമാന്ന് പറയാം. ഇത് കേട്ടതും നയന പറഞ്ഞു, എനിക്കറിയാം മോളുടെ മനസ്സിൽ കാര്യം എന്താന്ന്. ഒരു പക്ഷെങ്കിൽ അനി താല്പര്യം കാണിക്കാത്തോണ്ടല്ലേ അവൻ ഇപ്പഴീ വിവാഹം വേണ്ടെന്നും പറഞ്ഞോണ്ടാ അവൻ നടക്കുന്നേ. അതിന് കാരണം എന്താന്ന് എനിക്കൊക്കെ അറിയാം. നന്ദുവിനെ കുറിച്ചായിരിക്കും നീ ചിന്തിക്കുന്നില്ലേ? നന്ദു അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്ന് പറയാം. ബെസ്റ്റ് ഫ്രണ്ട് എന്നിട്ട് എപ്പം നോക്കിയാലും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെയാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ അനിയുടെ കാര്യം. അവനാണെങ്കിൽ ഒരു കുട്ടത്തെ മാറിയിട്ടില്ല ഇപ്പോഴും. അവനെ 2-3 ജ്വല്ലറികളൊക്കെ ആദർശേണ്ട ഏൽപ്പിക്കാണ്ടിരിക്കുക. പക്ഷേങ്കിലോ അവൻ ഇങ്ങനെ കവിതയും കഥയൊക്കെ എഴുതി നടക്കാനേ ഇഷ്ടം. അപ്പൊ പെട്ടെന്ന് അങ്ങനെ എഴുതി നടക്കുന്ന അവനൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അവന്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അവൻ നന്ദുവിനെ കാണുന്നത്. നന്ദുവിനെ കണ്ടിട്ട് അവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അവർ തമ്മിലൊരു പ്രണയബന്ധവും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, പിന്നെ ഇല്ല പോലും. എന്നിട്ടാണോ അവന് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കാൻ ശ്രമിക്കുമ്പോ അവനെ എന്നെ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നേ? അനാമിക, ഞാൻ പറഞ്ഞല്ലോ അവർ തമ്മിൽ വേറൊരു ബന്ധവും ഇല്ലെന്ന്. അനാമയെ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചാൽ മതി എന്ന് പറയാം. പിന്നെ നിങ്ങൾ എങ്ങനെയാ വീട്ടിലേക്ക് രണ്ടുപേരും കയറി വന്നതെന്ന് എനിക്കറിയാം. ഇനിയിപ്പം ഞാനും കൂടെ വരുവാന്നത് ഇപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. അതുകൊണ്ടല്ലേ നിങ്ങളുടെ അനിയത്തിനെ വിട്ട് ഇങ്ങനത്തെ ഒരു നാടകമൊക്കെ കളിക്കുന്നേ. നിങ്ങളുടെ അനിയത്തിനെയും കൂടെ ആ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനല്ല നിങ്ങളുടെ ശ്രമം. ഇതൊക്കെ ആർക്കും മനസ്സിലാവുമെന്ന് നിങ്ങൾ കരുതിയോ? എല്ലാവരും ബുദ്ധിയുള്ളവർ തന്നെയാന്ന് പറയാം. പെട്ടെന്ന് അതിനെ പറഞ്ഞ്, മോളെ നീ ഇങ്ങനെയും ചിന്തിക്കോ പറയ പോലും ചെയ്യരുത്. പിന്നെ പറയാതെ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ വീട്ടുകാരുടെ സ്വഭാവമൊക്കെ നന്നായിട്ട് അറിയാഞ്ഞിട്ട് തന്നെയാ. പക്ഷേ എങ്കിലും നിങ്ങളെപ്പോലെ വലിഞ്ഞു കയറിയല്ല ഞാൻ കുടുംബത്തിലേക്ക് ചെല്ലാൻ പോകുന്നേ. ഞാൻ നല്ല അന്തസ്സോട് കൂടിയിട്ടാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അവിടുത്തെ മൂർത്തിമുത്തശ്ശൻ വാക്ക് കൊടുത്തതാണ്. അങ്ങനെ എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഞാൻ കുടുംബത്തിലേക്ക് കയറി വരുന്നത്. ഇത് കേട്ടപ്പം നാല് മണി, അതൊക്കെ എനിക്കറിയാൻ മോളെ. ഒരു പക്ഷേങ്കിൽ ഞങ്ങൾ ചിലപ്പം വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാതെ കയറി ചെന്നുകൊണ്ടായിരിക്കും അവർ ഇതുവരെയായിട്ട് ഞങ്ങളെ മരുമക്കളായിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ നീ വരുന്നതിന് മുമ്പ് തന്നെ അനാമിക നിന്നെ എൻ്റെ അമ്മായിമ്മ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ വീട്ടിലെ മരുമോളാന്ന് അംഗീകരിച്ചു കഴിഞ്ഞു. കേട്ടല്ലോ, അതാ പറഞ്ഞേ. അവർക്കൊക്കെ ബുദ്ധിയും ബോധമുണ്ട്, പക്ഷെ അതില്ലാത്ത നിങ്ങൾക്കാ. കേട്ടപ്പം നാര് പറഞ്ഞു, മോളുടെ മനസ്സിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തു കളഞ്ഞേരെ. നന്ദുവിനെ കുറിച്ചുള്ള നന്ദു അനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അവർ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഇനി നിനക്ക് ഞാൻ പറഞ്ഞ ബോധ്യമായില്ലെങ്കിൽ നീ അനിയോട് തന്നെ ചോദിച്ചു നോക്കാൻ പറയണം. അനിയോട് ചോദിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. അവനോട് ചോദിച്ചിരുന്ന ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. അവൻ ഈ കല്യാണം എങ്ങനെ നീട്ടി വെക്കണമെന്ന് പറയണേ. എപ്പോഴാണല്ലോ എൻ്റെ കഴുത്തിൽ തന്നെയല്ലേ അവൻ താലി ആർത്തണ്ടേ, പിന്നെ അവൻ എന്തിനാ കല്യാണം നീട്ടി വെക്കുന്നത്? പെട്ടെന്ന് അതിനെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ അവന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു കല്യാണത്തിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇല്ല. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക, മോള് കല്യാണം ഒന്ന് നീട്ടി വെക്കാൻ പറ്റുമെങ്കിൽ അത് നല്ല കാര്യമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടതും അനാമയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. എനിക്കറിയായിരുന്നു നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഊടായ്പ വർത്താനം പറഞ്ഞുകൊണ്ട് എൻ്റെ അരിയിലേക്ക് വരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വാക്ക് കൊടുത്ത മൂർത്തിമുത്തശ്ശനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് അനാമിക പറയാം. ഇത് കേട്ട് വല്ലാത്തൊരു ഞെട്ടലിൽ നയനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.